ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷം കണ്ടോ? ഇന്ന് നമുക്ക് തണ്ണിമത്തനുണ്ട്, പിന്നെ ഈത്തപ്പഴമുണ്ട്, പിന്നെ സാലഡുണ്ട്, നല്ല ചക്ക അവിയലുണ്ട്. നമ്മളൊന്ന് ചക്ക അവിയലും കൂട്ടി കഞ്ഞി കുടിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ നല്ല മീൻകറിയുണ്ട്, അടിപൊളി നല്ല മീൻകറിയുണ്ട്, പിന്നെ പയർ തോരനുണ്ട്, കഞ്ഞിയുണ്ട്. ഇനി നമുക്ക് കഞ്ഞി ഒരു 6 ദിവസം കൂടെ കിട്ടും. അത് കഴിയുമ്പം കഞ്ഞി തീരും, നമ്മളെ നോമ്പ് തീരും. അതോടുകൂടി നമ്മുടെ കഞ്ഞി തീരും. വേണ്ട, നല്ല ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചൊക്കെയാണ് കേട്ടോ. അടിപൊളി ക്യാരറ്റ് ജ്യൂസാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയത്. സിനാനായിപ്പോണ്ട് ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിക്കാനാണ്. ഇത്രയും നോമ്പ് സാധനങ്ങളും നമ്മളതാണ്. മോൻ എത്തണില്ല. അടിപൊളി മീൻകറിയുണ്ട്, തോരനിൽ കറണ്ട് ഇട്ടില്ല മോനെ. പിന്നെ നല്ല അടിപൊളി ചക്ക അവിയലുണ്ട്. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ചക്ക അവിയൽ. ഈ ചക്ക അവിയലും കൂട്ടിയാണ് നമ്മളിന്ന് കഞ്ഞി കുടിക്കാൻ പോണത്. കൂട്ടുകാരി, നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളാണ് ഇത്. നമ്മൾ രസ്നാപ്പൊടിയും ക്യാരറ്റും വെച്ചുണ്ടാക്കിയതാണ് ഗായ്സ്. നല്ലൊരു ക്യാരറ്റ് ജ്യൂസാണ്. കണ്ടല്ലോ, നമ്മുടെ ഇന്ന് കുറച്ചുകൂടി കളറുണ്ട് കഞ്ഞി. ഈ കഞ്ഞിയാണ് നമ്മൾ കുടിക്കുന്നത്. കഞ്ഞി കുടിച്ചാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ്. ഒരുപാട് സാധനങ്ങൾ അതിലിടും. ഇന്നാളൊരാൾ യൂട്യൂബിലിട്ടിട്ടുണ്ട് ഈ കഞ്ഞി. നമ്മളല്ല, പക്ഷേ ഇതിൽ ഒരുപാട് ചെറിയ ഉള്ളി ഒക്കെ ചേർത്തിട്ടുള്ളൊരു അടിപൊളി കഞ്ഞിയാണ്. സിന ഇപ്പോൾ കഴിച്ചുകൊണ്ടങ്ങനായിട്ടിരിക്കുകയാണ്. അവന് ജ്യൂസ് കുടിച്ച് നോക്ക്, കൊള്ളാമോ, ടേസ്റ്റ് ഉണ്ടായി എന്നൊക്കെ കുടിച്ച് നോക്ക്. അവന് എത്തുന്നില്ല. കൊള്ളാം, അടിപൊളി തന്നെ. സൂപ്പർ ഗായ്സ്. നമ്മുടെ മീൻകറി ഇന്ന് വെച്ചതാണോ അല്ലെ നാളെ വെച്ചതാണോ? അടിപൊളി മീൻകറിയാണ്. മോൻ അതൊക്കെ പറയാൻ അറിയാമോ? മോനെല്ലാം അറിഞ്ഞൂടാ. വെച്ചതാണോ എന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ ചക്കാവിയിൽ ചേർത്തുള്ള ഒരു കഞ്ഞി. ചക്കാവിയിലാണ് കേട്ടോ. ചക്കയൊക്കെ ആയി വരണതേ ഉള്ളൂ. സിനാൻ വല്ലതും പറയാനുണ്ടാ? ഒന്നുമില്ല. ഒന്ന് ഓക്കെങ്കിലും പറ. അവൻ അതിലോട്ടായിപ്പോയി. ഓക്കേ.